കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു ഡിബേറ്റ് കാണാനിടയായിരുന്നു. ഡിബേറ്റിന്റെ വിഷയം ബി അശോകും സർക്കാരും തമ്മിലുള്ള ഒരു വാഗ്വാദമുണ്ടല്ലോ, അത് തന്നെയായിരുന്നു. ചർച്ചയിൽ ഇരുന്നത് പ്രധാനമായും ചർച്ച നയിച്ചത് സ്മൃതി പരുത്തിക്കാടാണ്. ചർച്ചയിൽ ബി അശോക് അദ്ദേഹവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു പാനലായിരുന്നു അത്. അതിലെടുത്തു പറയേണ്ടത് ബി അശോക് എന്ന വ്യക്തി, IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടിലും അദ്ദേഹം ചെയ്ത പ്രവർത്തിക്കും അദ്ദേഹം എത്രത്തോളം നീതിമാനാണ്, അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഡിബേറ്റ് അവറിൽ ഞാൻ കണ്ടത് മുഴുവനായി. അദ്ദേഹം ഓരോ ചോദ്യത്തിനും അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എവിടെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ചോദ്യമേ ഇതിനകത്തില്ല, നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നതായിരിക്കാം, ആരും എന്നെ ചട്ടം കെട്ടേണ്ടതില്ല, എന്നെ ജനിപ്പിച്ചവർക്ക് പോലും ആ ചട്ടം കെട്ടാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേൾക്കാനെന്ന് സധൈര്യം മുന്നോട്ട് വന്ന ഈ സ്മൃതി പരുത്തിക്കാടിനെയൊക്കെ തന്നെ പുഷ്പം പോലെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെയ്തൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഞാനും സർക്കാരും തമ്മിലുള്ള ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നടക്കുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ തന്നെ മറ്റ് പാനൽ അംഗങ്ങളിലേക്ക് കടക്കാൻ നിന്ന സ്മൃതി പരുത്തിക്കാടിനോട് അദ്ദേഹം പറഞ്ഞതാണ്, ഇനി രണ്ടാമത്തെ റൗണ്ട് ചർച്ചയൊന്നുമില്ല, രണ്ടാമത്തെ റൗണ്ട് ചോദ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് താല്പര്യവുമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ടീമിനെ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടേക്കാം എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ വളരെ ശക്തനായ നിലപാട്. എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ വെടിപൊട്ടിച്ചൊരു പോലും ഭയക്കാത്ത ആളെയാണ് സ്മൃതി പരുത്തിക്കാട് ഭയപ്പെടുത്താൻ നോക്കിയത്. സത്യത്തിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെയൊക്കെ മുഖം ഒന്ന് കാണണമായിരുന്നു. ദേഷ്യം കൊണ്ട് അങ്ങനെ കലിതുള്ളി നിൽക്കുന്ന, ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആയി നിൽക്കുന്ന ഒരു മുഖമായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും സ്മൃതി പരുത്തിക്കാട് വീണ്ടും പറയുന്നുണ്ട്, എനിക്കറിയില്ല താങ്കൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടോ, താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടോ, ഇങ്ങനെ ഉള്ള ഒരു സംസാര രീതി എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മറ്റൊന്നിനെയും കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തത് എന്താണ് എന്ന് വളരെ വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്, ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിൽ ആരും ഇവിടെ പറഞ്ഞു തരേണ്ടതില്ല. മാധ്യമങ്ങൾ എന്നോട് വന്ന് ചോദ്യം ചോദിക്കുകയാണ്, മാധ്യമങ്ങൾ എന്നെ കാണാൻ വരികയാണെങ്കിൽ അതിനേത് മാധ്യമമായാലും ഞാൻ അവരോട് മറുപടി പറയാം, ഞാൻ അവരോട് സംസാരിക്കാൻ തയ്യാറാണ്. അത് സംസാരിക്കരുത്, പറയരുത്, അത് ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ ചെയ്തില്ല എന്ന ചോദ്യമൊന്നും ആരും എന്നോട് ചോദിക്കാൻ വരേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ മാസ് മറുപടി നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ ബി അശോക്, സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് ഒരു വാർത്ത കേൾക്കുന്നില്ലേ? ശ്രീ ബി അശോക്, ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്, മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഒരു സെക്കൻഡ്, ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും, അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട, അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല, പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എൻ്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങൊരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്കൊരു താല്പര്യം, എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്.
രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയോ? ഒന്നുമില്ല, അതിനൊരു നടപടിക്രമമുണ്ട്, അത് ഞാൻ ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു. ഞാൻ അങ്ങ് ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു ശ്രീ ബി അശോക്. You are wasting your own time. You are wasting your own time. What is the material question? You come. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്, ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്ക് അതിന് സമയമില്ല, അതുകൊണ്ടാണ്. ദയവായിട്ട് മനസ്സിലാക്കി, എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? എന്തായാലും സസ്പെൻഷന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ബി അശോക് പറയുന്നത്. അദ്ദേഹം ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഏബ്രഹാവുമായി ബന്ധപ്പെട്ട കാര്യം, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ഒരു ഓവറായിട്ടുള്ള ഒരു റൂള്, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അത് സംസാരിക്കണമെങ്കിൽ അതിനുള്ള തെളിവുകൾക്ക് എൻ്റെ കയ്യിൽ തെളിവുകൾ കുറവാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും തനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്, നേരിട്ട് കണ്ട കാര്യങ്ങളുണ്ട്, തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അല്ലാതെ മുൻപിൻ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതെയുള്ള സംസാരമല്ല എൻ്റെത് എന്ന് പറയുന്നുണ്ട്. ആദ്യ ബൈറ്റ് തന്നെ, വെരി ഫസ്റ്റ് ബൈറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഓടിപ്പോയി കോടതിയിലൊന്നും പോകാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് 2026 ഏപ്രിൽ 4-ാം തീയതി ജനങ്ങൾ പുറത്താക്കാൻ നിൽക്കുന്ന സർക്കാർ, ജനങ്ങൾ നേരത്തെ പുറത്താക്കിയ സർക്കാരിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ തന്നെ അവസാന മണിക്കൂറിൽ ശത്രുക്കൾക്ക് നേരെ ഉതിർക്കുന്ന അവസാന റൗണ്ട് വെടിവെപ്പായിട്ട് മാത്രമേ എനിക്ക് കാണാനുള്ളൂ. എന്തായാലും ഇത് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ അത് ഏതുമാകട്ടെ അധികാരത്തിലേറുമ്പോൾ ഈ പ്രക്രിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും സ്വതവ ഞാൻ എവിടെയായിരുന്നു ഇരുന്നത് അവിടേക്ക് തന്നെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നടപടിക്കെതിരെ കോടതിയിലേക്കോ ട്രിബ്യൂണലിലേക്കോ പോകില്ല എന്നും സർക്കാർ ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴുള്ള പ്രതികാരമാണ് സസ്പെൻഷൻ നടപടി എന്നുമാണ് അശോക് മാധ്യമങ്ങളോട് സ്വമേധയാ പറഞ്ഞത്. ജനം പുറത്താക്കിയ സർക്കാരിന്റെ സസ്പെൻഷൻ മേശപ്പുറത്തിരിക്കട്ടെ, കാരണമില്ലാത്ത ഉത്തരവായത് കൊണ്ട് തന്നെ അത് പുതിയ സർക്കാർ വരുമ്പോൾ പിൻവലിക്കപ്പെടുമെന്നും തിരികെ സർവീസിൽ പ്രവേശിക്കുമെന്നുമാണ് കരുതുന്നത്. മറ്റ് നടപടിയൊന്നും ആവശ്യമില്ല, കോടതിയിലേക്കോ ട്രിബ്യൂണലിലേക്കോ പോകുന്നില്ല. അതായത് ആർക്കുണ്ട് ഇങ്ങനെ ഒരു ധൈര്യം എന്നുള്ളതാണ്. ഒരു നടപടി തനിക്കെതിരെ ഉണ്ടാകുമ്പോൾ അതിൽ ഭയന്ന് പ്രവർത്തിക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എന്ത് വേണം ചെയ്തോളൂ എന്നുള്ള മട്ടിൽ അത്രയും താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് അത്രയും നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അത്രയും വിശ്വസിക്കുന്ന കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നിൽക്കുമ്പോൾ അതിനു മുന്നിലൊക്കെ തന്നെ പലതും അല്ലെങ്കിൽ പല മതം പൊട്ടിയ ആനകളും പത്തി വിടർത്തി പോകുന്ന പാമ്പുകളും ഒക്കെ ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്മൃതി പരുത്തിക്കാടിനൊക്കെ തന്നെ കൊടുത്തേക്കുന്ന ഒരു കൃത്യമായ മറുപടിയാണ്. അനാവശ്യമായി ചൊറിയാൻ ചെല്ലേണ്ടതില്ല, ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിക്കും മേലെയുള്ള മറുപടി കിട്ടും. അതിന് നല്ല മലയാളത്തിൽ പറഞ്ഞാലും ശരി, പൊതിഞ്ഞു കെട്ടി പറഞ്ഞാലും ശരി, അച്ചടി ഭാഷയിൽ പറഞ്ഞാലും ശരി, അതിനുള്ള മറുപടി ഞാൻ തന്നു തന്നെ പോകും എന്നുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്.